ഇന്ന് നമുക്ക് കേടെക് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് അമെൻമെൻറ്റ് ആക്ട് ഡിലീറ്റഡ് ദി റൈറ്റ് ടു പ്രോപ്പർട്ടി ഫ്രം ദ ലിസ്റ്റ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 46, 45, 42, 44. ഏത് അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശത്തിൽ നിന്ന് ഒഴിവാക്കിയത്? 44th അമെൻമെൻറ്റ് 44ാമത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശത്തിൽ നിന്ന് മാറ്റിയത്. നെയിം ദ ഹയസ്റ്റ് ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് വിച്ച് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ ബാക്ക് ബോൺ ഓഫ് ഹിമാലയ. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് കൂടി അറിയപ്പെടുന്ന ഹിമാലയൻ മൗണ്ടൻ റേഞ്ച് ഏതാണെന്നാണ് ചോദിച്ചത്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്, ട്രാൻസ് ഹിമാലയ. എന്താണ് ആൻസർ? ഹിമാദ്രിയാണ്. ഗ്രേറ്റ് ഹിമാലയ ഈസ് ദ നോർത്തേൺ മോസ്റ്റ് റേഞ്ച് ഓഫ് ഹിമാലയ ഈസ് നോൺ ആസ് ഗ്രേറ്റ് ഹിമാലയ ഓർ ഹിമാദ്രി. ഗ്രേറ്റ് ഹിമാലയ ആണ് എന്ത്? നോർത്തേൺ മോസ്റ്റ് റേഞ്ച്. അതാണ് അറിയപ്പെടുന്നത് ബാക്ക് ബോൺ ഓഫ് ഹിമാലയ എന്നറിയപ്പെടുന്ന റേഞ്ച് ഹിമാദ്രി. ഹൂ കോയിൻ ദ വേർഡ് നിയോളിത്തിക് റവല്യൂഷൻ? നിയോളിത്തിക് റവല്യൂഷൻ ഈ വേർഡ് ആരാണ് ഫ്രെയിം ചെയ്തത്? ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഹെറഡോട്ടസ്, വിൽഡൂറൻ, റോമില താപ്പർ, ഗോർഡൻ ചൈൽഡ്. നിയോളിത്തിക് റവല്യൂഷൻ എന്ന വേർഡ് ഉപയോഗിച്ചത് ഗോർഡൻ ചൈൽഡാണ് കറക്റ്റ് ആൻസർ. ഹൂ റോട്ട് ദ ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? ആരാണ് ഈ ബുക്കിൻ്റെ രചയിതാവ്? ഹൂ റോട്ട് ദ ബുക്ക് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? ബാൽ ഗംഗാധർ തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, മഹാത്മാഗാന്ധി. നമ്മുടെ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എഴുതിയത്. നെയിം ദ ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ? വിവേകാനന്ദ, സ്വാമി ദയാനന്ദ സരസ്വതി, ജ്യോതിറാവ് ഫൂലെ, രാജാറാം മോഹൻ റോയ്. ഫൗണ്ടർ ഓഫ് രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദ. ദി ഓൾഡസ്റ്റ് എമംഗ് ദ ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഡിവിഷനിൽ ഏറ്റവും പഴക്കം ചെന്നത് ഏതാണ്? നോർത്തേൺ പ്ലെയിൻസ്, നോർത്തേൺ മൗണ്ടൻസ്, പെനിൻസുലർ പ്ലാറ്റു, കോസ്റ്റൽ പ്ലെയിൻ. ദി ഓൾഡസ്റ്റ് എമംഗ് ദ ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ പെനിൻസുലർ പ്ലാറ്റു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈമറി സെക്ടർ ഇൻ ഇന്ത്യ? അപ്പോൾ നമുക്കറിയാം എക്കണോമിക് ആക്ടിവിറ്റീസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെറിഷറി സെക്ടർ. അപ്പോൾ പ്രൈമറി സെക്ടർ ആക്ടിവിറ്റീസ് അഗ്രികൾച്ചർ ആൻഡ് റിലേറ്റഡ് സെക്ടറാണ് പ്രൈമറി സെക്ടർ. അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്ട്സ് ഉപയോഗിക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് പ്രൈമറി സെക്ടർ. സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. അതായത് നമുക്ക് പ്രൈമറി സെക്ടറിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇൻഡസ്ട്രീസിൻ്റെ സഹായത്തോടെ പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുക. അതാണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസാണ് സെക്കൻഡറി സെക്ടറിൽ വരുന്നത്. ടെറിഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം, ഒരു പുതിയതായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അവിടെ സർവീസാണ്. ഈ ടെറിഷറി സെക്ടറിന് പറയുന്ന പേര് സർവീസ് സെക്ടറാണ്. അപ്പോൾ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈമറി സെക്ടർ ഇൻ ഇന്ത്യ? പ്രാഥമിക മേഖലയിൽ ഏതൊക്കെയാണ് പെടുക? അനിമൽ ഹസ്ബൻഡറി, ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിലേതാണ്? ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ് ഒക്കെ സർവീസ് സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സർവീസസ് ആണ് നൽകുന്നത്. പുതിയതായിട്ട് ഒരു കാര്യവും ഉണ്ടാവുന്നില്ല, ഒരു പ്രോഡക്റ്റും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇവിടെ പ്രൈമറി സെക്ടർ ആക്ടിവിറ്റിയാണ് അനിമൽ ഹസ്ബൻഡറി. ദി ടെന്നീസ് കോർട്ട് ഓത്ത് ഈസ് അസോസിയേറ്റഡ് വിത്ത്? അമേരിക്കൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ. ടെന്നീസ് കോർട്ട് ഓത്ത് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫ്രഞ്ച് റവല്യൂഷൻ. ടെന്നീസ് കോർട്ട് ഓത്ത് ഈസ് റിലേറ്റഡ് ടു ഫ്രഞ്ച് റവല്യൂഷൻ. ഫ്രഞ്ച് റവല്യൂഷന് നമ്മൾ മദർ ഓഫ് ഓൾ റവല്യൂഷൻസ് എന്ന് പറയും. അപ്പം ഫ്രഞ്ച് റവല്യൂഷൻ്റെ മുമ്പാണ് അമേരിക്കൻ റവല്യൂഷൻ ഉണ്ടായിട്ടുള്ളത്.
പക്ഷേ എന്നാലും ഒരു റവല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് എല്ലാം ഉള്ള ഒരു റവല്യൂഷനായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടതാണ് ടെന്നിസ് കോർട്ട് ഓത്ത്. അപ്പം ബോസ്റ്റൺ ടീ പാർട്ടി അമേരിക്കൻ റവല്യൂഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. മാർക്കറ്റ് വെർ കറൻസീസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ആർ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, മണി മാർക്കറ്റ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാർക്കറ്റ്, ഗുഡ്സ് മാർക്കറ്റ്. മാർക്കറ്റ് വെർ കറൻസീസ് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ആർ എക്സ്ചേഞ്ച്. എല്ലാ രാജ്യത്തെയും കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന മാർക്കറ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. നെക്സ്റ്റ്, ഐഡൻറ്റിഫൈ ദ മേക്കർ ഓഫ് മോഡേൺ ട്രാവൻകൂർ. മാർത്താണ്ഡവർമ്മ, പഴശ്ശിരാജ, പാലിയത്തച്ഛൻ, ശക്തൻ തമ്പുരാൻ. മേക്കർ ഓഫ് മോഡേൺ ട്രാവൻകൂർ ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് കറക്റ്റ് ആൻസർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ മംഗോളിയൻ റൂളർ. ആരാണ് മംഗോളിയൻ റൂളർ? ചെങ്കിസ് ഖാൻ, ഹാറൂൺ അൽ റഷീദ്, ചാർലിമെയിൻ, മുവാവിയ. മംഗോളിയൻ റൂളർ ആരായിരുന്നു? ചെങ്കിസ് ഖാൻ ആണ് കറക്റ്റ് ആൻസർ, ചെങ്കിസ് ഖാൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബേസിസ് ഓഫ് പോവർട്ടി എസ്റ്റിമേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പോവർട്ടി എസ്റ്റിമേഷൻ കണക്കാക്കുന്നതിൻ്റെ ബേസിസ് എന്താണ്? ഇൻകം ആൻഡ് കൺസപ്ഷൻ ലെവൽ, ലിറ്ററസി റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്, ഹെൽത്ത് കണ്ടീഷൻ. ഇത് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സെക്ടേഴ്സും പ്രൈമറി സെക്ടറും അതുപോലെ ഈ ക്വസ്റ്റ്യനൊക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ബേസിസ് ഓഫ് പോവർട്ടി എസ്റ്റിമേഷൻ ഇൻ ഇന്ത്യ? ഇൻകം ഓർ കൺസപ്ഷൻ ലെവലാണ് കറക്റ്റ് ആൻസർ. വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയല്ലാത്തത്? ഓൾ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. ഓൾ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത്. All lines of latitudes in one hemisphere of the earth have their counterparts in the other hemisphere. All lines of longitudes are either to the east or west of the Greenwich meridian. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയല്ലാത്തത്? All lines of latitudes are equal length. നമുക്കറിയാം അല്ലേ, ലാറ്റിറ്റ്യൂഡ് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതാണ്? 0 ഡിഗ്രി ഇക്വേറ്റർ ആണ്. ഭൂമിയുടെ മധ്യഭാഗത്തുള്ള ഇക്വേറ്റർ, ഭൂമധ്യരേഖ 0 ഡിഗ്രിയാണ് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ് നോർത്തിലേക്ക് പോകുന്തോറും സൗത്തിലേക്ക് പോകുന്തോറും ചെറുതായി വരികയാണ്. അപ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും ഒരു ഡോട്ട് മാത്രമാണ്. അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓൾ ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് ആർ ഈക്വൽ ഇൻ ലെങ്ത് എന്നതാണ് തെറ്റ്. എല്ലാ ലാറ്റിറ്റ്യൂഡ്സും സെയിം ലെങ്ത് അല്ല. ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ബ്യൂറോക്രസി ഇൻ ദി സ്റ്റേറ്റ്? ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥ വൃന്ദം. ഹൂ ഈസ് ദ ഹെഡ് ഓഫ് ബ്യൂറോക്രസി ഇൻ ദ സ്റ്റേറ്റ്? ഗവർണർ, ചീഫ് മിനിസ്റ്റർ, ചീഫ് സെക്രട്ടറി, ചീഫ് ജസ്റ്റിസ്. ഹെഡ് ഓഫ് ബ്യൂറോക്രസി ഇൻ ദ സ്റ്റേറ്റ് ഈസ് ദ ചീഫ് സെക്രട്ടറി. ദി റിയൽ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ഇന്ത്യ ഈസ് Prime Minister, President, Vice President, Speaker. The real head of the government in India is the Prime Minister of India. Which of the following crop is known as golden fiber? Cotton, wheat, silk, jute. Jute is known as the golden fiber. The economist who won Nobel Prize for Economics in 2023. Claudia Goldin, Amartya Sen, Subramanian Chandrasekhar, Ravi Shankar. The economist who won Nobel Prize for Economics in 2023. എക്കണോമിക്സിൽ 2023 നോബൽ പ്രൈസ് കിട്ടിയത് ക്ലോഡിയ ഗോൾഡിൻ. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ട്രൂ ഫോർ ലൂണാർ എക്ലിപ്സ്? ചന്ദ്രഗ്രഹണം. എർത്ത്, മൂൺ, സൺ, മൂൺ, എർത്ത്, സൺ, മൂൺ, സൺ, എർത്ത്, മൂൺ, മാർസ്, എർത്ത്. ലൂണാർ എക്ലിപ്സ് ആണ് ചോദിച്ചത്. മൂൺ, എർത്ത്, സൺ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. MES ആണ് ലൂണാർ എക്ലിപ്സുമായിട്ട് ബന്ധപ്പെട്ടത്. സോളാർ എക്ലിപ്സ് ആണെങ്കിലോ EMS. സോളാർ എക്ലിപ്സ് ആണെങ്കിൽ EMS, അതായത് എർത്ത്, മൂണ്, സണ്ണ്. മൂണായിരിക്കും നടുവിൽ. MES ആണ് ലൂണാർ എക്ലിപ്സുമായിട്ട് ബന്ധപ്പെട്ടത്. എർത്താണ് നടുവിൽ വരുന്നത്. വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്ലാനറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു ദ സൺ? എർത്ത്, മാർസ്, മെർക്കുറി, ജൂപ്പിറ്റർ.
ഏതാണ് സൂര്യനോട് ഏറ്റവും അടുത്ത പ്ലാനറ്റ്? മെർക്കുറി. ദി ഫിസിയോഗ്രാഫിക് യൂണിറ്റ് ഓഫ് ഇന്ത്യ ഫോംഡ് ബൈ ദ ഡെപ്പോസിഷണൽ ആക്ഷൻ ഓഫ് റിവേഴ്സ്. ഇപ്പം നദികൾ വായിച്ചു കൊണ്ടുവന്നിട്ടുള്ള ഗംഗ, ബ്രഹ്മപുത്ര റിവേഴ്സൊക്കെ വായിച്ചു കൊണ്ടുവന്നിട്ടുള്ള അവസാദങ്ങൾ, മണ്ണും ഇതൊക്കെ അടിഞ്ഞു കൂടിയിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് യൂണിറ്റാണ് ദി ഗ്രേറ്റ് പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ എല്ലാവരും വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന 20 ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസുമായി വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.